മസ്തകത്തിൽ പരിക്കേറ്റ അതിരപ്പള്ളി കൊമ്പൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടുവരുന്നത് കോടനാട് അഭയാരണ്യത്തിൽ തയ്യാറാക്കിയിട്ടുള്ള ഈ മേഖലയിലേക്കാണ്. ഇവിടെ ഈ കാണുന്ന കൂട്ടിലേക്കാണ് ഈ അതിരപ്പള്ളി കൊമ്പനെ എത്തിക്കുക. അല്പസമയത്തിനകം തന്നെ അതിരപ്പള്ളിയിൽ നിന്ന് വനപാതയിലൂടെ ഈ കൊമ്പനെ കോടനാട് അഭയാരണ്യത്തിൽ തയ്യാറാക്കിയിട്ടുള്ള ഈ കൂട്ടിലേക്ക് എത്തിക്കും. അതിന് തൊട്ടപ്പുറത്തായിരുന്നു മുമ്പ് അരിക്കൊമ്പിന് വേണ്ടി തയ്യാറാക്കിയിരുന്ന കൂട്. ആ കൂട്ടിലേക്ക് ആനയെ എത്തിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ആ കൂടിന് ബലക്ഷയം ഉണ്ടെന്ന് വനവകുപ്പിലെ വിദഗ്ധർ കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയൊരു കൂട് നിർമ്മിക്കാൻ വനവകുപ്പ് തീരുമാനിച്ചത്. മൂന്നാർ ദേവികുളത്ത് നിന്ന് പ്രത്യേകമായി എത്തിച്ചിട്ടുള്ള യൂക്കാലി മരങ്ങൾ കൊണ്ടാണ് ഇപ്പോൾ ഈ കാണുന്ന പ്രത്യേകമായി നിർമ്മിച്ചിട്ടുള്ള ഈ കൂട് തയ്യാറാക്കിയിട്ടുള്ളത്. 6 മീറ്റർ ഉയരവും 4 മീറ്റർ വീതിയും 5 മീറ്റർ നീളവുമാണ് ഈ കൂടിനുള്ളത്. യൂക്കാലി മരങ്ങളാണ്. അതായത് ആനയെ ഈ കൂടിനകത്തേക്ക് കയറ്റിയതിനു ശേഷം ആനയ്ക്ക് എന്തെങ്കിലും രീതിയിലുള്ള പരിഭ്രാന്തി ഉണ്ടായി ആന കൂട് തകർക്കാൻ ശ്രമിച്ചാൽ ആനയ്ക്ക് യാതൊരു രീതിയിലുള്ള പരിക്കുകളും ഏൽക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ യൂക്കാലികൾ കൊണ്ട് ഈ കൂട് നിർമ്മിച്ചിട്ടുള്ളത്. നേരത്തെ PT7 എല്ലാം പിടിച്ച് കൂട്ടിലാക്കിയ സമയത്ത് വനവകുപ്പ് കൃത്യമായി തന്നെ ആ കാര്യങ്ങൾ വിശദീകരിച്ചിരുന്നു. യൂക്കാലി മരങ്ങളാവുമ്പോൾ ആന കൂട് ഈ കൊമ്പ് ഉൾപ്പെടെ ഉപയോഗിച്ച് കുത്തി തകർക്കാൻ ശ്രമിക്കുമ്പോൾ അത് വഴുതി മാറുക മാത്രമാണ് ഉണ്ടാവുകയുള്ളൂ. ഏതായാലും അത്തരത്തിൽ ആനയ്ക്ക് യാതൊരു രീതിയിൽ പരിക്കുകളും പറ്റാതെ ഇരിക്കാൻ വേണ്ടിയുള്ള സുരക്ഷിതമായിട്ടുള്ളൊരു കൂട് ഇപ്പോൾ കോടനാട് ഈ അഭയാരണ്യത്തിൽ തയ്യാറാക്കിയിട്ടുണ്ട്. നേരത്തെ അരിക്കൊമ്പന് വേണ്ടി കൂട് നിർമ്മിച്ചതിൻ്റെ തൊട്ടപ്പുറത്തായി തന്നെയാണ് ഈ പുതിയ കൂട് നിർമ്മിച്ചിട്ടുള്ളത്. ഇന്നലെ തന്നെ ഈ കൂടിൻ്റെ പരിശോധനയെല്ലാം പൂർത്തീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. വയനാട് നിന്നുള്ള RRTയുടെ പ്രത്യേക നേതൃത്വത്തിലാണ് ഈ കൂട് നിർമ്മിച്ചിട്ടുള്ളത്. അതിനുശേഷമാണ് വനവകുപ്പിലെ മറ്റ് വിദഗ്ധരുടെ നേതൃത്വത്തിൽ ഈ കൂടിൻ്റെ ബലം പരിശോധിക്കുക ഉൾപ്പെടെ ചെയ്തിട്ടുള്ളത്. നേരത്തെ മണ്ണാർക്കാട് മേഖലയിൽ നിന്നും പിടികൂടി കൊണ്ടുവന്നിട്ടുള്ള പീലാണ്ടി ചന്ദ്രുവിൻ്റെ തറയാണ് ഈ കാണുന്നത്. ആ പീലാണ്ടി ചന്ദ്രുവിൻ്റെ ആ തറയുടെ തൊട്ടപ്പുറത്തായി തന്നെയാണ് ഈ അതിരപ്പള്ളി കൊമ്പനെ പരിചരിക്കാനും ചികിത്സിക്കാനും വേണ്ടി ഇപ്പോൾ വനവകുപ്പ് പ്രത്യേകമായി ഒരു കൂട് തയ്യാറാക്കുകയും ചെയ്തിട്ടുള്ളത്. ഇന്നലെ തന്നെ ഇങ്ങോട്ട് അനിമൽ ആംബുലൻസ് ഉൾപ്പെടെ എത്തിച്ച് ട്രയൽ റൺ നടത്തിയിരുന്നു. ഇനിയിപ്പോൾ ഏതായാലും അല്പസമയത്തിനകം തന്നെ അതിരപ്പള്ളിയിൽ നിന്നും ഇപ്പോൾ മസ്തകത്തിന് പരിക്കേറ്റിട്ടുള്ള ആനയെ ഈ മേഖലയിലേക്ക് കൊണ്ടുവരും. ഈ കൂടിൻ്റെ തൊട്ടപ്പുറത്തായി തന്നെ നമുക്ക് റാമ്പ് നിർമ്മിച്ചിട്ടുള്ളത് കാണും. ആ റാമ്പിലേക്കായിരിക്കും അനിമൽ ആംബുലൻസ് കൊണ്ടുവന്ന് നിർത്തുക. അതിനുശേഷം പിന്നീട് കുങ്കികളെ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ട് ഈ അതിരപ്പള്ളി കൊമ്പനെ ഈ കൂട്ടിലേക്ക് കയറ്റും. ഇവിടേക്ക് കൊണ്ടുവന്ന് ഈ കൂട്ടിൽ കയറ്റിയാൽ പിന്നീട് ആനയ്ക്ക് ചികിത്സ നൽകാനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഈ മേഖലയിൽ ഒരുക്കിയിട്ടുണ്ട്. ഡോക്ടർ അരുൺ സക്രിയ ഉൾപ്പെടെ ഈ കോടനാട് അഭയാരണ്യത്തിൽ ക്യാമ്പ് ചെയ്ത് തന്നെ ആയിരിക്കും ഈ ആനയ്ക്ക് വേണ്ടിയുള്ള ചികിത്സകൾ നൽകുക. അതിനോടൊപ്പം തന്നെ മറ്റ് വനവകുപ്പിലെ വിദഗ്ധരും ഈ മേഖലയിൽ ക്യാമ്പ് ചെയ്ത് ആനയ്ക്ക് വേണ്ടിയുള്ള ചികിത്സ നൽകും. അതിനുവേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇപ്പോൾ കോടനാട്ടെ ഈ അഭയാരണ്യത്തിൽ സജ്ജീകരിച്ചിരിക്കുകയാണ്. വീഡിയോ ജേർണലിസ്റ്റ് വിനൂസിക്കൊപ്പം റിപ്പോർട്ടർ ഇക്ബാൽ അർക്കൽ, ഇൻ റിപ്പോർട്ടർ.